السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഇന്ന് ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം അള്ളാഹുവിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിക്റായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വ വല്ലദീന ഹും മുഹ്സിനൂൻ. സദഖല്ലാഹുൽ അദീം. തീർച്ചയായും സൂക്ഷ്മത പുലർത്തുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ് റബ്ബ് സുബ്ഹാനഹു തആല. അങ്ങനെ നാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സൂക്ഷ്മത പുലർത്താൻ ഏറ്റവും അനുയോജ്യമായ ദിക്റാണ്, റബ്ബിനെ ഓർക്കുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും ശേഷിയും റബ്ബിൽ നിന്നാണ്. മനുഷ്യന്മാരായ നമുക്കൊന്നുമില്ല, മറിച്ച് അതൊക്കെയും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു യാത്രയിലാണ്. ആ യാത്രയിലുടനീളം ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന. സ്വർഗ്ഗത്തിലെ നദികളിൽപ്പെട്ട ഒരു നിധിയെക്കുറിച്ച്, ഒരു ഡയമണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ, നഅം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്വർഗ്ഗത്തിൽപ്പെട്ട നിധി ഏതാണ് എന്ന ആകാംക്ഷയോടെ വീക്ഷിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ് സ്വർഗത്തിലെ നിധി, ഡയമണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന അനുഗ്രഹീതമായ ദിക്റിൻ്റെ മഹത്വം ഒന്ന് ശക്തിപ്പെടുത്താൻ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സ്വഹാബി വര്യന്മാരൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഒരു സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ധാരാളമായി നിങ്ങൾ പറയണമെന്ന. കാരണം വലാ അജബ ഫഇന്നഹാ കലിമാത്തുൻ അളീം, അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഏറ്റവും അനുഗ്രഹീതമായ വാചകങ്ങളാണ്, കലിമാത്തുകളാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലാമും കൂടിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമുകൾ സുബ്ഹാനല്ലാഹി ലാ ശരീക ലഹ്, ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ദിക്റാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന അനുഗ്രഹീതമായ ദിക്റുകൾ ഏതൊക്കെ സമയങ്ങളിലാണ് നാം പറയേണ്ടതെന്ന് ഖുതുബ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യമായി ഇൻദ നിഅമത്ത്, ഇൻദ നിഅമി, നമുക്ക് നിഅമത്തുകൾ ലഭിച്ചാൽ, അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അനുഗ്രഹീതമായ ദിക്റുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പോലെയുള്ള ദിക്റുകൾ റബ്ബിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൃതജ്ഞതയായി നാം പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് വഇൻദ റിസ്ക്, നമുക്ക് ഭക്ഷണം ലഭിച്ചാൽ, നമ്മുടെ റിസ്ക് വിശാലതമായാൽ അള്ളാഹുവിനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ദിക്റുകൾ ചൊല്ലണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അകല തുആമൻ സുമ്മ ഖാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ അത്അാം വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ദിക്റുകൾ പറഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ, കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെയും റബ്ബ് പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഇൻദ സമാഇൽ മുഅദ്ദിൻ യഖൂൽ, പള്ളി മിനാരത്തിൽ നിന്ന് മുഅദ്ദിൻ
ബാങ്ക് വിളിച്ചപ്പോൾ അതിന് മറുപടിയായി ലാ ഹൗല വലാ ഖുവത ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് 5 നേരം നിങ്ങൾ പറയണമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സ്വഹാബി വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലിംനി ദുആ അഖൂലുഹു, എനിക്കെപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു ദുആ പറഞ്ഞു തരണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഫഅല്ലമഹു കലിമാത്തിൽ ഹംദി വസ്സനാഇ അലല്ലാഹ്, ഹംദിലും സനാഇൽപ്പെട്ട കലിമാത്തുകൾ ആ സ്വഹാബി വരന് പറഞ്ഞു കൊടുത്തു. അതിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ദിക്റുമുണ്ട്. അപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, ഇതൊക്കെയും റബ്ബിനെ പ്രശംസിക്കുന്നതാണ്, റബ്ബിനെ ഉയർത്തിപ്പിടിക്കുന്ന ദിക്റുകളാണ്, എനിക്ക് വേണ്ടി ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ആ സ്വഹാബി ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തുന്നു, ഖുലില്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി എന്ന് നീ പറഞ്ഞുകൊള്ളുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം വീട് വിട്ടിറങ്ങുമ്പോഴും ഈ ദിക്റുകൾ നാം പറഞ്ഞാൽ ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റുകൾ നാം പറഞ്ഞു കഴിഞ്ഞാൽ കുഫീത വഖീത വതനഹ അൻഹു ശൈത്താൻ, അത് നമുക്ക് ധാരാളമാണ്, അത് സുരക്ഷിതമാണ്. ലഅനത്തായ ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന അനുഗ്രഹീതമായ ദിക്റുകൾ നമ്മെ സംരക്ഷിക്കും, നമുക്കത് സുരക്ഷിതമാണ്, ശൈത്താനിൻ്റെ ശല്യം നമുക്കുണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതുപോലെ റബ്ബിന് ഇഷ്ടപ്പെട്ട ധാരാളുകൾ ദിക്റുകൾ ചൊല്ലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകൾ ചൊല്ലി അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കാനും ധാരാളം റബ്ബിനെ വേണ്ടത് ചൊല്ലുവാനും അത് കാരണം സ്വർഗം പുൽകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.